ഹായ് ഹലോ എവ്രി വൺ. വൈകുന്നേരത്തേക്ക് പണിക്കാരുടെ കാപ്പി പാർട്ട് 7ലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാർട്ട് 7 എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞൊരു കമൻറ്റ് കണ്ടു കേട്ടോ, ഈ എപ്പിസോഡ് 100 വരെ തയ്ക്കുമോ എന്ന്. പണി തീരുന്നവരെ തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ആ കമൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് ഓർത്ത് നല്ല മഴയും പായസവും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുപയർ പരിപ്പ് ഇരിപ്പുണ്ടായിരുന്നു, അത് നന്നായിട്ട് ഞാൻ വറുത്തു. പിന്നെ അത് വറുത്തതിന് ശേഷം ഞാൻ കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഒരു 3 വിസിലടിച്ചു കേട്ടോ. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് എടുത്തിട്ടുണ്ട്. ആ നേരത്തേക്ക് ഞാൻ ഒരു പാത്രത്തിൽ ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കാച്ചി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പായസത്തിന് മധുരമുള്ളത് എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ അവർക്ക് എങ്ങനെയാണ് മധുരമെന്ന് നമുക്കറിയില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. 2-3 പ്രാവശ്യമൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കും. ഞാൻ ഒരു പ്രാവശ്യമാണ് ഒഴിച്ചത്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചട്ടിയിൽ നെയ്യ് 1 സ്പൂണ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞ് ഉണക്കമുന്തിരി, ക്യാഷ്നട്ട്, നിലക്കടല ഇതെല്ലാം കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ജീരകം, ഏലയ്ക്ക, ചുക്കും കൂടെ പൊടിച്ചെടുത്തതാണ്. അതൊരു സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി. ഇവിടെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി പണിക്കാർക്ക് കൊണ്ട് കൊടുത്താൽ മതി. അപ്പം ക്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ദിവസവും നമ്മൾ കാപ്പിയും പലഹാരമാണ് കൊടുക്കുന്നത്. ഇന്ന് പായസമാണ്. അവരുടെ റിയാക്ഷൻ എന്താണാവോ എന്നറിയില്ല, കുടിക്കുമോയെന്നും അറിയത്തില്ല. അപ്പോൾ ക്ലാസ്സിലെല്ലാം നമ്മൾ പായസം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവരോടൊപ്പം തന്നെ ഞങ്ങളും പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. മക്കൾ വന്നിട്ടുണ്ട്, അവർക്കും കൊടുത്തു. ഞാനും ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.